കടലരികത്തു വളയെറിഞ്ഞു ശരിക്കും എറിഞ്ഞു വള വല ഓളെന്താ ചെറിയട്ടെ അറിയില്ല ചോര വരുന്നുണ്ട്. അത് കടി മറ്റ തന്നെയാണ്. ഇത് പാമ്പ് പിടിച്ച് തന്നെയാണ്. പാമ്പിന്റെ 5 പല്ലുണ്ട് പൂത്തിക്കുള്ളൂ. ഇത് പാമ്പന്നെയാണ്. ഈ തോട്ടം നിറച്ച് പാമ്പാണ്. പിന്നെ എന്റെ ബോധം പോയി. ഇനിയിപ്പോ വിളിച്ചിട്ട് പടച്ച റബ്ബേ ഇനിയിപ്പോ ഒന്ന് ചതിച്ചോ. വലിയൊരു പാമ്പ് അടിച്ചോണേ. ഓനെ കഴിഞ്ഞ കൊല്ലാ ചങ്ങനെ പാമ്പ് പിടിച്ച ഓർമ്മ 2 ആഴ്ച കഴിഞ്ഞ പിടിച്ച ഇവിടെ ആരുല്ലേ? നമ്മള് മേലാറ്റൂർ മമ്മതെ അറിയാം. ഒരു ക്ലിനിക്ക് ഇങ്ങനെയാണോ കയറി വരിക? അപ്പൊ ഇങ്ങോട്ട് വരാൻ വേറെ നല്ല വഴിയുണ്ടോ? തന്റെ പ്രശ്നം എന്താ? പാമ്പ് പിടിച്ച് പാമ്പ് കടിക്കേ തന്നെ എന്നെ പറഞ്ഞു പെടുക്കണ സാറേ. പിന്നെ കടിച്ച് പാമ്പ് കടിച്ചാൽ പാമ്പ് കടിച്ച ആളെ വേഗം കൊണ്ടുവരൂ. എന്നിട്ടാണ് ഇവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നത്. അപാര വെയിറ്റ് ആണല്ലേ ചങ്ങായി. ഏത് പാമ്പാ കടിച്ചേ? അതിപ്പോ കമ്മ്യൂണിസ്റ്റ് എന്താ കമ്മ്യൂണിസ്റ്റ് അല്ല പുല്ലാലി കൊടുക്കണ സാറേ. ഭയങ്കര വിഷമുള്ളതിനാണത്. അത് അതിന്റെ പത്തിന് ഒരു മുറത്തിന്റെ അത്ര നമ്മള് കണ്ണാ കുത്തി പൊളിച്ചു ആവും. ഈ മൂപ്പരോട് വേണമെങ്കിൽ ചോദിച്ചോളൂ ഏത് പാമ്പ് കടിച്ചെന്നുള്ളത്. അതിന് മൂപ്പരോട് ചോദിച്ചെങ്കിൽ മൂപ്പർക്ക് ബോധം പോയി കിടക്കല്ലേ. അത് ശരിയാ. ഇത് പാമ്പ് കടിച്ചോന്നല്ലോ, ഒരു കുറ്റി എന്തോ കുത്തിയതാ. പിന്നെ ഒന്ന് കുടിച്ചാ മൂപ്പരൊക്കെ മുന്നിൽ പോരാ. പോരാ പോരാ. നിങ്ങളിവിടെ എത്തിച്ചത് നല്ലൊരു കാര്യമാണ്. ഒരു രോഗിയെ നമ്മൾ പറഞ്ഞു ഭയപ്പെടുത്താൻ പറ്റില്ല. ആ രോഗിയുടെ ജീവനിന് അതൊരു ഭീഷണിയായി മാറും. മമ്മദ് അവിടെ പോയി മമ്മദിനാണൊന്ന് പോയി കാണുന്നുണ്ട്. കഴിച്ചിലായി. ആരാപ്പത് കാണാനും മതിയോ? ഇന്നെന്താ കടിച്ചേ? അന്നെ കടിച്ചത് പാമ്പന്നെ. പാമ്പല്ല, ആനാക്കോണ്ട.